Hi friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാലക്കാടൻ സ്പെഷ്യൽ ചിക്കനും കുമ്പളങ്ങയും ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ്. ഇത് വളരെ ടേസ്റ്റി ഹെൽത്തി ആയ റെസിപ്പിയാണ്. ഇത് ചോറിനൊപ്പം ദോശയ്ക്കൊപ്പം അടിപൊളി കോമ്പിനേഷനാണ്. വരൂ നമുക്ക് വീഡിയോ കാണാം. ചിക്കനും കുമ്പളങ്ങയും നമ്മളൊരു കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഇതിന് ഏറ്റവും ഈ ചിക്കനും കുമ്പളങ്ങയ്ക്കും ഏറ്റവും നല്ലത്. ഇത് പാലക്കാട് മാത്രം വെക്കുന്ന ഒരു കറിയാണ്. നമ്മൾ പാലക്കാടൻ സ്റ്റൈലിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ പറയുക, കടുകിട്ട് കൊടുക്കുക. സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്ന പോലെ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകിട്ട് കൊടുത്ത ശേഷം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ വലിയ ഉള്ളി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 വലിയ സവാളയാണ്. 2 വലിയ സവാള ചേർത്ത് നല്ലതുപോലെ ബ്രൗൺ കളറാകുന്നത് വரைക്കും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ സവാള എല്ലാം വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇനി കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയുള്ളി നമ്മൾ കുറച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, ഒരുപാട് അരക്കരുത്. അപ്പോൾ മിക്സിയിലാണെങ്കിലും ശരി, നമ്മൾ കല്ലിൽ ചതച്ചെടുക്കുകയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരുപാട് അരിഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു പരുവത്തിൽ നമ്മൾ ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സവാളയും ചെറിയുള്ളിയും വഴറ്റിയെടുത്ത ശേഷം നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ പച്ചമണമെല്ലാം പോകുന്നത് വരയ്ക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഒരു കുക്കറിൽ 5 വിസിൽ വെച്ച് നമ്മൾക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു 5-6 വിസിൽ വെച്ച് വേവിക്കണം. നാടൻ കോഴിയാണ് ചിക്കനും കുമ്പളങ്ങ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റി. അപ്പോൾ നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ കുമ്പളങ്ങയെല്ലാം നല്ലതുപോലെ കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ 5-6 വിസിൽ വെച്ച് നമ്മൾ വേവിച്ചെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വേവിക്കുന്ന സമയത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മൾ ചിക്കനിൽ ഉപയോഗിക്കുന്ന എല്ലാ സംഭവം പൊടികളെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചിക്കൻ വെന്ത് വന്ന ശേഷമാണ് നമ്മൾ കുമ്പളങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കനിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം ഇട്ട് കൊടുത്ത്, കുരുമുളക്, ജീരകം എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ചിക്കൻ വേവിച്ചെടുത്തത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ കുമ്പളങ്ങ കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുമ്പളങ്ങ ഒന്ന് വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഈ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് ചിക്കനിലും കിടന്ന് വേവുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് ജസ്റ്റ് നന്നായിട്ടൊന്ന് വേവണം. വെന്ത ശേഷം നമുക്ക് ഇനി ഒരു ആവശ്യത്തിന് തേങ്ങ, നിങ്ങൾ എത്രയാണോ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച്. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 2 അല്ലേ, ഒരു തേങ്ങ ഫുള്ളായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ, അതുപോലെ തന്നെ ചിക്കൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ നിങ്ങളുടെ സൗകര്യമാണ് കേട്ടോ. അപ്പം ചിക്കൻ്റെ അളവ് കൂടിയ കറി കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ചിക്കൻ്റെ അളവ് കുറഞ്ഞാലും അത് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ചിക്കനും കുമ്പളങ്ങ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. നാടൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറി നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഇതാ കറിയെല്ലാം പാകത്തിന് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. നമ്മളിനി മല്ലിയില കൂടെ തൂവി കൊടുത്തിട്ട് നമ്മൾ ഇറക്കുക. ഫസ്റ്റ് തന്നെ കടുകൊക്കെ ഓർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് തേങ്ങൻ്റെ ഒരു ഇത് പോണ വരയ്ക്കും ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ബാക്കി ഇനിയൊന്നും ചേർക്കാനില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് മലയാളി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് തൂവി കൊടുത്ത ശേഷം നമുക്ക് കറി ഇറക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും നല്ല ഇതുപോലുള്ള നാടൻ വിഭവങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്ക് താങ്ക്സ് എ ലോട്ട്. ബൈ. ടേക്ക് കെയർ.